അപ്പോൾ ഇന്നത്തെ പ്രസ് മീറ്റിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീകുമാർ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഡോക്ടർ ഹാരിസിനെ ഒരു കള്ളനാക്കി മുദ്ര കുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോഗ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കൃത്യമായും തിരക്കഥ തയ്യാറാക്കിയ ഒരു നാടകമാണ് ഇന്ന് അവിടെ നടത്തിയത്. പക്ഷേ ഈ നാടകത്തിൽ അഭിനയിക്കാനുള്ള മികവ് യഥാർത്ഥ ഈ പ്രിൻസിപ്പാലിനും സൂപ്രണ്ടിനും ഇല്ലായിരുന്നു. നല്ലൊരു നടനല്ലാത്തത് കൊണ്ട് അവർക്ക് മൊത്തത്തിൽ പാളിപ്പോയി. ഒരു പരിഹാസ്യനായി മാറുകയാണ്, ഒരു ഹാസ്യ കഥാപാത്രമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മാറുകയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ അതൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹം സാധുവാണ്. അദ്ദേഹം ഡയബറ്റിസ് സെന്റർ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ട് വരുന്നത്. ഇപ്പോഴും അദ്ദേഹം അവിടുത്തെ ഡയറക്ടറുമാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമാണ്. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം പ്രിൻസിപ്പളായി വരാനുള്ള സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. കാര്യം നിരവധി ഡോക്ടർമാർ എനിക്ക് പ്രിൻസിപ്പളാവാൻ താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്തു. ഈ ഡി എം ഇക്ക് എഴുതി കൊടുത്തു. നിരവധി പേര് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടാവാൻ ഞങ്ങളില്ല എന്ന് എഴുതി കൊടുത്തു. അപ്പം ഞാൻ ഇവിടെ പലരോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ പദവിയൊക്കെ വേണ്ട എന്ന് പറഞ്ഞു. ഡി എം ഇ ആവാൻ ഇന്നും ഡി എം ഇ ഇല്ല. കേരളത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു പെർമനന്റ് ഡി എം ഇ ഇല്ല, ഒരു ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഡോക്ടർമാരോടെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഉന്നത പദവി വേണ്ട എന്ന് പറയുന്നതും എഴുതി കൊടുക്കുന്നതും എന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയ നരകത്തിനെ എടുത്ത് ഞങ്ങളുടെ തലയിൽ കൂടെ വെക്കാൻ പറ്റുമോ ശ്രീകുമാറെ? ഞങ്ങൾ അതിനേക്കാൾ ആത്മഹത്യ ചെയ്താൽ പോരെ എന്നാണ് ഈ ഡോക്ടർമാർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊരു മുൾക്കിരീടമാണ്. ഇതിനകത്ത് 10 പൈസയുടെ ഫണ്ടില്ല. അല്ല, എനിക്ക് സത്യം പറയാൻ സങ്കടം തോന്നി ഡോക്ടർ ജബ്ബാർ അല്ലേ, അദ്ദേഹം പ്രസ് മീറ്റിൽ അദ്ദേഹം വിയർക്കുന്നത് കണ്ടിട്ട്. അത് മാത്രമല്ല, സൂപ്രണ്ട് സുനിൽകുമാർ എന്നല്ലേ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ അതിനിടയ്ക്ക് വരികയാണ്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. സംസാരിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ ഫോൺ കോൾ വന്നിരുന്നു അതിനിടയ്ക്ക്. അല്ല, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആ ഉപകരണം അല്ലല്ല, മുമ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ ഇവിടെ ഒരു കേസിന് ഉപയോഗിച്ചിട്ടില്ല. അത് ഐഡിയലായിട്ടിരിക്കുവാണ് ഇത്രയും നാളുണ്ട്. അല്ല, ഒരു കേസിന് ഉപയോഗിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റില്ല? റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഏതാണ് ഡോക്ടേഴ്സ് ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, ഒരു കേസ് ചെയ്തു, ആ പേഷ്യന്റ് കോംപ്ലിക്കേറ്റഡ് ആയി കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയതാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അപ്പൊ സൂപ്രണ്ട് പറയുന്നു ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള, അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. സാർ റിട്ടയർ ആയി പോയി. കാണാതായ സേവ് ഉപകരണമാണോ രണ്ടാമത് കണ്ടെത്തിയത്? മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയത്. രണ്ടാമത് വലിയ പെട്ടിയിലുള്ളത് അല്ല. അതായത് ആ റിപ്പോർട്ട് എടുത്ത് വായിക്കാൻ കൃത്യമായ നിർദ്ദേശം വെളിയിൽ നിന്ന് വരികയാണ്. കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസ് ലെറ്റർ വിത്ത് മോസിലോസ്കോപ്പ് കേട്ടോ. ആ റിപ്പോർട്ട് എടുത്ത് വായിക്കുവാനായിട്ട് വെളിയിൽ നിന്ന് നിർദ്ദേശം വരികയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്. എന്ന് മനസ്സിലാക്കണം ഇതിൽ നിന്ന് എം എസ് വേണുഗോപാൽ? ഇതിനകത്ത് ഡോക്ടർ ഹാരിസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനേക്കാൾ വലിയ ചട്ടലംഘനമാണ് കേരള സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയിരിക്കുന്നത്. ഒരു എൻക്വയറിയിലിരിക്കുന്ന ഒരു വിഷയം പൊതുമധ്യത്തിൽ അദ്ദേഹത്തിനെ കള്ളനാക്കുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഇത് സുപ്രീം കോടതി പോലും ചെയ്യില്ല. ഒരാളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ വിചാരണയ്ക്കിടയിൽ ഇയാൾ കള്ളനാണെന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു ജഡ്ജി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥൻ എൻക്വയറിയിലിരിക്കുമ്പോൾ ആ എൻക്വയറിയുടെ കണ്ടെത്തലുകൾ അദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും കൂടെ വാങ്ങിച്ച് സ്ഥാപിച്ചതിന് ശേഷമല്ലാതെ പറയാൻ പാടില്ല. അങ്ങനെ പൊതുമധ്യത്തിൽ പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ കള്ളനാക്കുന്നതാണ്, അദ്ദേഹത്തെ കൊച്ചാക്കുന്നതാണ്. ഇതിന് അദ്ദേഹത്തിന് കേരള സർക്കാരിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ കഴിയും. ചട്ടലംഘനമാണ് ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും നടത്തിയത്. ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും ആർക്ക് വേണ്ടി നടത്തിയ? മെഡിക്കൽ ഡയറക്ടറേറ്റിന് വേണ്ടിയാണ്. അപ്പം മെഡിക്കൽ ഡയറക്ടറേറ്റാണ് അവർ പ്രതിയാകുന്നത്. ആ വിധത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കള്ളനാക്കാനായിട്ട് ആർക്കും അവകാശമില്ല. അത് കണ്ടെത്തുന്നത് വരെ, കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിനെ ആദ്യം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട് ഇതിൻ്റെ ഫൈനൽ ഫൈൻഡിങ് ഇന്നതാണ് എന്ന് മാത്രമേ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പ്രസിൻ്റെ മുമ്പ് പറയാവൂ. അല്ലെങ്കിൽ അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ കൊച്ചാക്കലാണ്, അദ്ദേഹത്തിന്
തേജോവധം ചെയ്യലാണ്. ഞാൻ CCTV കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. CCTV പതിഞ്ഞു ഒരാൾ കടന്നു കയറിയെന്ന്, എന്നിട്ട് ഇത്രയും മണിക്കൂറായിട്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോ സൂപ്രണ്ടിനോ ഇത് പോലീസിനെ അറിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആർക്കും കയറി വരാമെന്നാണോ? അതും ഈ ഒരു HODയുടെ റൂമിലേക്കൊക്കെ. അത് ഇതേ ഹാരിസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, അവിടെ അതിന്റെ മുമ്പിൽ എന്തോ ക്യാമറ ഇല്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിലെ ഒരുപാട് വിരോധാഭാസങ്ങളുണ്ട്. കാരണം ഈ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കസ്റ്റോഡിയനായ വ്യക്തി ഇല്ലാതെ ആ മുറിയിൽ കയറി സെർച്ച് നടത്തുന്നതിന് തെറ്റാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പലിന് സർവാധികാരം ഉണ്ട്. എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? ഇദ്ദേഹം താക്കോൽ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് തുറക്കാൻ അവകാശമുണ്ട്. ആദ്യം അദ്ദേഹത്തിനെ വിളിക്കണം, നിങ്ങളെ ഞങ്ങൾക്ക് സംശയമുണ്ട്, വാതിൽ തുറക്കാമെന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ലീവിലാണ്, എനിക്ക് വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് തുറക്കാൻ അധികാരമുണ്ട്. അല്ലെങ്കിൽ കാത്തു നിൽക്കണം. അല്ലെങ്കിൽ അദ്ദേഹം വരാമെന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കണം. വരാൻ പറ്റില്ല, ഞാൻ ഇതിന് വരുന്ന പ്രശ്നമില്ല, ഞാൻ ലീവിലാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് സംശയമുണ്ട്, എനിക്ക് മേളിൽ നിന്ന് കിട്ടിയ ഉത്തരവാണ്, ഉടൻ തന്നെ തുറക്കുന്നു എന്ന് പറഞ്ഞ് തുറക്കാം. അല്ലാതെ അദ്ദേഹം കസ്റ്റോഡിയനാണെന്ന് 20 ലക്ഷം രൂപയുടെ സാധനം അദ്ദേഹം കസ്റ്റോഡിയനായിരിക്കുമ്പോൾ അദ്ദേഹം ഇല്ലാതെ അവിടെ കയറി എൻക്വയറി നടത്തി ഈ സാധനം അടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ സാധനം കേടാക്കി വെച്ചാൽ എന്ത് ചെയ്യും? ഈ സാധനത്തിൻ്റെ ബില്ല് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബില്ലാണെന്ന് വിചാരിക്കുക, എങ്കിൽ ഈ ബില്ല് ആര് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരിക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പത്രപ്രസ്താവന ഉണ്ടല്ലോ, ഈ വീഡിയോ കൊണ്ടുവന്ന് കോടതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു. കാരണം അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഡോക്ടർ ഹാരിസ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് കയറുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കയറുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പ്രശ്നമില്ല, എൻക്വയറിയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് ചട്ടലംഘനം തന്നെയാണ്. ഇതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ 3 വൈരുദ്ധ്യങ്ങളാണ് നടക്കുന്നത്. ആദ്യത്തെ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നത് എൻ്റെ മുറിക്കകത്ത് കയറിയിട്ടില്ല. കയറാത്ത ഒരു എൻക്വയറിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അത് ശരിയാണ്. ഈ മെഡിക്കൽ ഉപകരണം കാണാതെ പോയി എന്നുള്ളത് ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയത് എങ്ങനെയാണ്? ആദ്യത്തെ റിപ്പോർട്ടിൽ അവർ മുറിക്കകത്ത് കയറിയിട്ടില്ല, എന്നിട്ട് അവർ അടിയിൽ ഒരു സാധനം എഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ ഇവര് പ്രിൻസിപ്പളും പിന്നെ ഡോക്ടർ ടോണി എന്ന് പറഞ്ഞത് ഈ യൂറോളജി വകുപ്പിലെ അടുത്ത അല്ലെ, ഈ ഹാരിസ് ഇല്ലാത്ത സമയത്ത് ഇൻചാർജ് ആയിരിക്കുന്നതാണ്. അദ്ദേഹവും ഒക്കെ കൂടി കയറി DME ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. കയറി നോക്കിയപ്പോഴാണ് ഇപ്പോൾ അതിലും രണ്ടാമത്തേതിൽ ഒരു ബോക്സേ ഉള്ളൂ. ഇത് അല്ല, അങ്ങനെയല്ല. ഒരു ദിവസം പോയി എല്ലായിടത്തും ഈ ഓപ്പറേഷൻ തിയേറ്ററിലും അവിടെയൊക്കെ പരതി, അത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഹാരിസിന്റെ റൂമിൽ